ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു കോൺവെർസേഷൻ വീഡിയോ ആക്കാം കേട്ടോ. അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കാണാം അല്ലേ. അതായത് നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളും അതേമാതിരി നമ്മളെ റോൾ മോഡലായിട്ട് കുറച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് റിയലാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് റിയലായിട്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ലൈഫ് വേറെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നൗഫൽഖാൻ്റെ പോലത്തെ ഒരു ലൈഫായാൽ മതി, അല്ലെങ്കിൽ നൗഫൽഖാൻ്റെയും സിനൂൻ്റെയും പോലത്തെ ഒരു ലൈഫായാൽ മതി. റിയലാണ് ഗൈസ്. റിയൽ നമ്മളിങ്ങനെ ഒന്നല്ല. റിയൽ എന്ന് പറയുമ്പോൾ എല്ലാവരും റിയല് എന്ന് പറഞ്ഞ മനുഷ്യന്മാരല്ലേ, കച്ചറകൾ കൂടൂലേ. പിന്നെ സന്തോഷത്തിന് എന്താ സന്തോഷത്തിന് പോയി ഇത് നിങ്ങളെ ഫോണല്ലേ, അതോളെ ഫോണാ. അതായത് കുറേ ആൾക്കാർ നമ്മുടെ ലൈഫ്, നമ്മൾ ടൂറ് പോകണ കണ്ടിട്ടു, നമ്മൾ റിസോർട്ട് പോകണ കണ്ടിട്ടു, ഇതാണ് ലൈഫ് നിങ്ങൾ ചിന്തിക്കരുത് ഗൈസ്. കാരണം നമ്മൾ അതൊക്കെ പ്രൊമോഷൻ, നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പോകുന്നതാവാം. 20 മിനിറ്റേ ഉള്ളൂ, പിന്നെ കച്ചറകളൊക്കെ ഉണ്ടാവലുണ്ട്, അത് മാറലുണ്ട്. അല്ലാതെ ഇതന്നെയാണ് ലൈഫ് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മാതിരി വെറും പെണ്ണുങ്ങളെ കുറ്റം പറയുന്ന മാത്രം ആളൊന്നുമല്ല. എന്നാൽ ഇവിടെ ആരും പെണ്ണുങ്ങളുണ്ടാവില്ല ഗൈസ്. പോരെ അന്നെ പറയാ ഇവിടെ വന്നോ. ഓക്കെ, ഇപ്പം എൻ്റെ ഫുഡ് റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ്. ഇനി നോമ്പിന് എല്ലാവരും നോമ്പെടുക്കുക. ഫുൾ പ്രാർത്ഥന, പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും പ്രാർത്ഥിക്കുക. പറ്റൂലേ എന്ത് രണ്ടാളും പ്രാർത്ഥിച്ചു. ഈ പെരയിലെ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഭയങ്കര ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകളാണ് ആണുങ്ങൾ. ഒരു കുടുംബത്തിലൊരു നാഥൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ. അതായത് ഭാര്യയെ കൂടുതൽ സ്നേഹിച്ചാൽ ഉമ്മാര് പറയുന്നത് എന്താ പറയാ, പെണ്ണുങ്ങളെ അടിക്കടയിന്. അതിന് വേറൊരു വാക്കും കൂടി പറയൂ. എന്താ പറയാ, പെണ്ണുങ്ങളെ ഔട്ടുകടയിന്. അതുമല്ലാതെ വേറൊരു വാക്കും കൂടി പറയൂ. എന്താണ്? പെങ്കോന്തൻ. ഭാര്യയുടെ കൂടെ സിനിമക്ക് പോയാലോ, ഭാര്യയുടെ കൂടെ നടന്നാലോ, അല്ലെ കുറെ നേരം കുറെ ഇരുന്ന് വർത്താനം പറഞ്ഞാലോ ഒരു പെങ്കോന്തൻ എന്ന് പറയും. ഇനി ഇതേ നേരെ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിലോ, ഉമ്മാരപ്പാണ് നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യമാരെന്താ പറയാ, പേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാ. ഇന്നെ കെട്ടണ്ടല്ലോ, ഉമ്മാനെ കെട്ടിയാൽ മതിയിരുന്നില്ലേ. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു. അത് ഞാൻ ചമ്മായിമാനെ ഒന്നും പറഞ്ഞിട്ടില്ല, മുസാക്കാനും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പേടിയാ. വാപ്പളോട് എന്തേലും പറഞ്ഞു കൊടുത്താ അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അതല്ല, ഉമ്മമോൻ വന്നിട്ടുണ്ട് എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ കേൾക്കേണ്ടി വരും. അതായത് ഒരു കുടുംബത്തില് ഉമ്മാരെ അങ്ങനെയും പറയൂ, ഇങ്ങനെയൊന്നും പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഭാഗ്യവാന്മാരാവും. ആ വീട്ടിലെ ആൺമക്കളോ അവരാണ് യഥാർത്ഥ ഭാഗ്യവന്മാര്. കാരണം പരാതികൾ മൊത്തം കേൾക്കേണ്ടി വരിക ഈ കുടുംബത്തിലെ ഒരാണ്. അതായത് ഭാഗ്യവത. അതൊക്കെ ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞു. അങ്ങനെയല്ല, അതായത് നമ്മള് സെന്ററിൽ നിൽക്കുമ്പോ ഇവിടുത്തെ പരാതിയും ഇവിടെ എത്തും, ഇവിടുത്തെ പരാതി ഇവിടെ എത്തും. അപ്പൊ എന്താക്കും, ഇതൊരു കോടതിയായി. ഇതിന്റെ ഉത്തരം കൊടുക്കേണ്ട ആളാണ് ജഡ്ജ് അല്ലേ. ഈ വിധി നടപ്പാക്കുന്ന ആള് ജഡ്ജ്. ആ വിധി എങ്ങാനോ അനുകൂല നീതി നടപ്പാക്കുന്ന ആൾ. അതായത് വിധിയൊക്കെ പറയാം, വിധി പറയല് നീതി പറയല്. അതായത് ആ ഈ നീതി ഇങ്ങോട്ട് അനുകൂലമായി കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വാക്കാണ് ഉമ്മമോൻ. ആ നീതി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന വാക്കാണ് പെങ്കോന്തൻ. ഈ നീതി നടപ്പാക്കിയ ആൾക്ക് ജഡ്ജിന് കിട്ടുന്ന പേരാണ് എന്ത്, ഈ രണ്ട് പേരുകൾ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന രണ്ട് പേര്, നമ്മുടെ പേരുകൾക്ക് പുറമെ കിട്ടുന്ന രണ്ട് പേരുകളാണ് ഗൈസ്. ഇതിൽ നമ്മൾ ഉമ്മാനെയും പൊക്കി പറയില്ല, ഭാര്യനെയും പൊക്കി പറയില്ല. ഇതിൽ കഴിച്ചിലാവണത് ആരാ? നിങ്ങൾ രണ്ടാളും കഴിച്ചിലാവും. ഇന്നലെ ഒരു മൂല്യൊരു വയൽ പറഞ്ഞിട്ടോ, ഏതോ ഒരു ആന്ധ്രയിലോ എവിടോ എന്താ തന്തിയിലാ പറഞ്ഞിട്ടോ, ഉമ്മ വാരിക്കൊടുത്ത ഉമ്മാനെ എന്തോത് ഭാര്യ ചുംബനം കൊടുക്കണോൾക്കും ഒരു പേര്. അങ്ങനെ ഉപമകൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ. നേരെ തിരിച്ചുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ പരാതി നമ്മുടെ പരാതി ആരോടെ പറയാം? ഇവരുടെയൊക്കെ പരാതി തീർന്നു വരുമ്പോ നമ്മളെ പരാതി ആരോട്? എടി ഞാൻ നമ്മുടെ കാര്യമല്ലേ പറഞ്ഞേ, പൊതുവെ ഒരു കുടുംബത്തിലത്തെ കാര്യം പറഞ്ഞത്. ഓനാകെ അടി ഉണ്ടാക്കാൻ നിൽക്കോടെ. നമ്മളെ കാര്യമല്ലേ പറയണത്. നിങ്ങൾക്ക് മനസ്സിലായില്ല?
അതൊരു ഒരു കുടുംബത്തിലെ കാര്യം പറയണേ. അപ്പൊ ഞാൻ ചൂണ്ടിക്കാട്ടിട്ടല്ലേ പറയുന്നത്. അല്ല, നിങ്ങൾ ഉപമയാണ്. അതായത് ഞാൻ പറഞ്ഞെന്താണ്, ഒരു കുടുംബത്തിലെ ഒരു ഉമ്മയും ഒരു ഭാര്യയും ഒരു മകനും അല്ലെങ്കിൽ ഒരു കുടുംബനാഥനും. അപ്പൊ അവർക്കിടയിലുള്ള സംഭവം നമ്മളിങ്ങനെ കാണിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനിപ്പോ പുറത്തുനിന്ന് ആളെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊരു ഉപമയല്ലേ? നിങ്ങൾക്ക് ഒരു ഉപമയായിട്ട് തോന്നുന്നില്ല? അതിന്റെ തെറ്റല്ല. അത് ചിലപ്പോ നിങ്ങൾ അങ്ങനെ ആവുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നണാവാം. ചിലപ്പോ നിങ്ങള് അങ്ങനെ ആവണോണ്ട് ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നണതാവും. ഞാൻ ആദ്യം അവരോട് പറഞ്ഞെന്താ വെച്ചാ ഞാൻ ആദ്യം ഓരോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജീവിതം കണ്ടിട്ട് നിങ്ങള് അത് ഓലെ ജീവിതമാണ് സൂപ്പർ എന്നൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ കൂടുതൽ നടക്കണ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഫുള്ള് യൂട്യൂബേഴ്സ് ഡിവോഴ്സ് ആവുന്ന പരിപാടിയാ. എല്ലാരും വിചാരിക്കണ 20 മിനിറ്റ് 10 മിനിറ്റ് ഓലെ ലൈഫ് കാണുമ്പോ അതന്നെയാണ് സുബർഗം എന്ന് പറഞ്ഞിട്ട് അന്ത്യോളം പണിയെടുത്ത് വരുന്ന പുതിയാപ്പിളനോട് റീൽ അഭിനയിക്കാൻ പറഞ്ഞ ചിലപ്പോ ഓന് പറ്റിയെന്ന് വരൂല. ഓന്റെ തലയിൽ 100 കൂട്ട പ്രശ്നമാവും അല്ലേ? ആണോ? അതിരി വെള്ളവും കഞ്ചാവും ആണെങ്കിൽ നോക്കും വേണ്ട. അതായത് തുമ്പിനെ കൊണ്ട് നമ്മൾ കല്ലെടുപ്പിച്ചിട്ട് കാര്യമില്ല, അത് അടുക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ അല്ലേ, പല വീഡിയോയിലും ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോ നൗഫൽ സത്യമായ കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നതെന്നാ പറയണേ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഏതോ ഒരു കോമഡിയില് ഇത് പറഞ്ഞില്ലേ, എന്ത് അതിലൊരാള് അന്നെ ഇട്ടിട്ട് വീഡിയോ ഇട്ടിക്കണോ, ഇത് ഒരു മെസ്സേജാണ് പറഞ്ഞിട്ട് ഏതോ ഞാൻ നാളൊരു ഫോണിൽ കണ്ടു. അപ്പൊ ഗൈസ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? ഇതുണ്ടാക്കാൻ ഞാൻ മതി. ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലക്ക് ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിഞ്ഞ് പോവാ. പക്ഷെ മക്കൾ എന്ത് ചെയ്യും? അല്ല, മക്കൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? അങ്ങനെയല്ല, ഞാൻ ഉപമ പറഞ്ഞല്ലേ. ഞാൻ ഗൈസ് വീഡിയോ വിളിച്ചിട്ട് എന്താ എൻ്റെ അടുത്ത് കണ്ടന്റ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ടന്റുകൾ എത്രയോ കണ്ടന്റ് നമുക്ക് റിയൽ ലൈഫിൽ നടക്കുന്ന കണ്ടന്റുകൾ ഉണ്ട് അല്ലേ? ഇപ്പൊ ഞമ്മക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞമ്മക്ക് പിരിയണമെങ്കിൽ അങ്ങോട്ട് പിരിഞ്ഞു പോവാ. പക്ഷെ ഈ മക്കൾക്ക് അച്ഛൻ എന്ന് പറയാൻ ഒരാളും അമ്മ എന്ന് പറയാനും വേറെ വാടകയ്ക്കൊന്നും കൊടുന്നേക്കാൻ പറ്റുമോ? ഓർക്ക് ഓലാണ് റിയൽ ഹീറോസ് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ മക്കളിൽ നിന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത്, എന്നിട്ട് പിരിയ. അല്ലാതെ ഈ മക്കളെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിരിയാൻ പറ്റുമോ? എനിക്ക് തോന്നില്ല അങ്ങനെ. അതിൽ എന്താ അത്രത്തെ കാര്യം? ഇവിടെ തല്ല് കൂടിയാലും നമ്മളെന്താക്കും? ഞാൻ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ തന്നെയാണ് ക്ഷമിച്ചു കൊടുക്കല്. എന്താണ്, അങ്ങനെ തന്നെ അല്ലേ? അല്ലെങ്കിൽ ഓള അഭിപ്രായത്തിന് ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇത് രണ്ടാവൂല. അപ്പൊ ഇവരെ കാര്യം ആര് നോക്കും? മക്കളെ കാര്യവും അല്ല, ഉപമ പറഞ്ഞതാണേ. വാടക ഉമ്മാനെടുക്കും. അതൊന്നും മക്കൾക്ക് എത്ര വാടകയ്ക്ക് ഉമ്മാരെടുത്തു കഴിഞ്ഞാലും അത് രണ്ടാനമ്മേനായിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ രണ്ടാനച്ഛൻ. ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ ഒരാള് ഇതേമാതിരി സൂയിസൈഡ് ചെയ്തു. അവർക്ക് 2 ചെറിയ മക്കളാ. അപ്പൊ ഈ മക്കളുടെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വലുതാവും തോറും ഈ മക്കൾ എന്ത് ചെയ്യും? ഈ മക്കൾക്ക് ഒരാളോട് ഞാൻ പൂരപ്പറമ്പിൽ പോയി ഒരു കളിപ്പാട്ടം വാങ്ങുകയാണെങ്കിൽ ഒരു വട്ടം വാങ്ങിക്കൊടുക്കും, 2ാം വട്ടം ചോദിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ആ അച്ഛനും അമ്മയും അതൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം കഴിച്ച്. നമ്മുടെ കാര്യത്തിന് മാത്രം എടുത്ത് തീരുമാനം എടുക്കുന്ന ഒരു നേരത്തെ തീരുമാനം മാത്രമല്ല അല്ലേ? ഞാൻ കുറെ ഇതൊക്കെ അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്റെ കാര്യം പറയണേ, നാട്ടുകാരെ കാര്യം. ഞാൻ എന്താണ്, ഇവര് മുന്നേക്കാൾ കൂടുതൽ ഇവര് പിരിഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഗൈസ്. അതാ എന്റെ റിയൽ ലൈഫ്. ഇവരൊക്കെ ഒന്ന് ഒരുമിച്ച് വന്നപ്പോഴേക്കും ആള് പോവും ചെയ്തു. അപ്പൊ നമ്മുടെ കാര്യം അതായത് ഇവരൊക്കെ ഒന്ന് ഒരുമിച്ച് എല്ലാരും നിക്കല് തുടങ്ങി, നമ്മളാ ഒരു പേടി മാറലൊക്കെ തുടങ്ങിയപ്പോ ഞമ്മക്ക് ആ സ്നേഹം കിട്ടാതായി. അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിച്ചു വന്ന. അപ്പൊ ആ ഗതിയൊന്നും എന്തായാലും നമ്മളുടെ മക്കൾക്ക് എന്തായാലും നമ്മളത് ആഗ്രഹിക്കുന്നില്ല ഗൈസ്. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ഒരാളോട് ഒരു കാര്യം ചോദിക്കാനോ എന്തും ഞമ്മക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്താലും ക്ഷമിച്ച് നമ്മൾ കൊടുക്കുക കേട്ടോ. അത് മുതലെടുക്കരുത്, മനസ്സിലായില്ലേ? അതിന് അന്നല്ല പറഞ്ഞേ, അന്നെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇത്രയും ദിവസം വീഡിയോ ഇടുമ്പോ ആൾക്കാര് പറയുന്നത് നൗഫല്
പറയാതെ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ടോ എന്ന് തോന്നുന്നു. മക്കൾക്ക് ആ വാപ്പനെ കിട്ടുക ഞാൻ പറഞ്ഞ എന്തായാലും കൈസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. നമ്മുടെ റിയൽ ലൈഫ് നോക്കിയിട്ട് ഇതാണ് റിയലെന്നൊന്നും വിചാരിച്ചിട്ട് അവനാന്റെ പുതിയാപ്പിള്ളാരും ഭാര്യമാരും ഒന്നും ക്രൂശിക്കാൻ നിൽക്കണ്ട. ഒക്കെ നമ്മുടെ ജോലിയുടെ പരമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വേറെ മാപ്പിളെ തേടി പോയി കൂടാതെ നിങ്ങളെ ജോലിയുടെ ഭാഗമായിട്ട് നിന്നാ ജോലിയുടെ മൂന്ന് ജോലിയുടെ ഭാഗമായിട്ട് എന്ത് ജോലിയുടെ മക്കളെ ഭാഗമായിട്ട് അതിന് ഉദാഹരണമാണ് ഉമ്മ. ഇതൊക്കെ എനിക്ക് അവാർഡ് തരണം. അതിനൊന്നും മതിയോ? അതിനൊരു അവാർഡ് എടുത്താ ഏതാ വേണ്ടി? അല്ലാ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. നമ്മളെ തീരുമാനങ്ങളാണ് ഏറ്റവും സൂക്ഷിച്ചെടുക്കുന്നത്. കൈകാര്യം ചെയ്യേണ്ട സംഭവം തീരുമാനങ്ങളാണ് എന്തിനും. ഞാനൊക്കെ എന്തേലൊക്കെ തീരുമാനിക്കും. പിന്നെ അതാണ് ആ തീരുമാനം തെറ്റിയതാണ് കുളത്ത് കൊണ്ടേ കൊല്ലാൻ മല അഴിഞ്ഞ മാരി അഴിഞ്ഞു പോകും. കുളത്ത് കൊണ്ടേ കൊല്ലാൻ നോക്കിയതൊക്കെ എടുത്ത തീരുമാനമാണ്. തീരുമാനം പിന്നെ എനിക്ക് പിന്നെ മനസ്സിലാവും വേണ്ട ഇനി എന്തൊക്കെ തീരുമാനം എടുക്കാനുള്ളത് വല്ലതും ഉണ്ടോ? ഇനി ഒന്നുമില്ല, എന്റെ ഒറ്റ കഥയുള്ളൂ. ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ വീഡിയോ നിർത്തിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ അതിനൊന്നും പറഞ്ഞു. ഞാൻ എന്റെ കണ്ടന്റ് എന്താണെന്നറിയോ? റിയലല്ല റിയല്. ഞമ്മക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. അതിൽ ഉമ്മമാരാണെങ്കിൽ ഇങ്ങനെ പറയും, ഭാര്യമാരാണെങ്കിൽ ഇങ്ങനെ പറയും. ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറെ അനുഭവിക്കുന്നതാണ്. പിന്നെ ഇതിന്നൊക്കെ നമ്മളാണ് ഇതിനെ ഒരു നിയന്ത്രിച്ചൊരു ക്ലാസ്സിൽ 2 തട്ടിനെ ഒരേമാതിരി കൊണ്ടുപോവാൻ നമുക്കേ പറ്റുക. ഒരു തട്ടിൽ കൂടുതലും ആവരുത്, ഒരു തട്ടിൽ കുറവും ആവരുത്. ഇന്നത് പണിയാവും. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ നടക്കും. എന്നാണോ ഈ തട്ട് ഇങ്ങനെ പൊന്തി അന്ന് കഴിഞ്ഞു അല്ലേ? അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എന്താ നിങ്ങളുടെയൊക്കെ മൂഡ് പോയത്? ഇന്റെ എനർജി നിങ്ങൾക്ക് ഇല്ലല്ലോ. മൂടൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് സോഫയില്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് നനച്ചുള്ളി പണി എടുക്കണ്ടേ താഴത്തെ പെരയില്? അതിന് തോട്ടി വാങ്ങണം. വൈകുന്നേരത്തിന് സിനുവിന്റെ ചാനലില് ഒരു വെറൈറ്റി എന്താണ് എന്നും ചെമ്മീനും വെക്കല് അങ്ങനത്തെ പരാതിയല്ലേ. ഇന്ന് മീനിന്റെ മുട്ട ഞാൻ വാങ്ങിക്കൊടുന്നു. കുറേ ദിവസം പറഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് മീനിന്റെ മുട്ട നമുക്ക് കിട്ടണേ. അപ്പോൾ സിനു ഒന്ന് മീനിന്റെ മുട്ട ഫ്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചാൽ ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഈ മീൻ മുട്ട ഇങ്ങനെ അവൈലബിലിറ്റി കിട്ടൽ കുറവാണ്. ഞങ്ങൾ 4 മാസം മുമ്പ് പറഞ്ഞ സാധനം ഇപ്പോഴാണ് കിട്ടുന്നത്. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അപ്പം വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിനുവിന്റെ ചാനൽ വെറൈറ്റി അതിനെ കളിപ്പിച്ച കരയത് ഞാൻ കളിപ്പിച്ച ചെറുക്കാണ്. നിങ്ങളെ ഫേസ് കണ്ടിട്ടാവും കൊണ്ട ഞാൻ കളിപ്പിച്ച് നോക്കട്ടെ. നിങ്ങളെ എങ്ങനെയാ കളിപ്പിക്കല്? നിങ്ങളെ പല്ല് കണ്ടിട്ടാവും കുട്ടി ഇത് ചെറുക്കിന് അങ്ങനെ ചെറുത്തു. എങ്ങനെയൊക്കെയല്ലേ ചെറുക്കിന് ചെറുക്കിയടേ ഇല്ല അങ്ങനെ ചിരിച്ചു. പിന്നെ കാണാ കരയുന്നു. നിങ്ങളെ മുഖം കണ്ടിട്ടാ കുട്ടി കരയുന്നേ. കുട്ടിയെ ഇങ്ങനെയൊക്കെ ചന്തള്ള മഞ്ഞ കിട്ടുള്ളൂ. പല്ല് അകർന്ന് മുടി നരച്ച് വാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പണിയേക്ക് പോകും. എന്റെ കുട്ടി നല്ല കുട്ടിയാണല്ലോ. വെല്ലുമ്പോ എന്താ എങ്ങനെയാ നോക്കാണ്? പല്ലൊക്കെ ഫുള്ള് ഗ്യാപ്പും പകുതി പല്ലില്ലേ, ഉള്ള പല്ല് പൊന്തിട്ടുമാണ്. ഇത് ഏതാ? ഇങ്ങനെയല്ലല്ലോ സാധാരണ. നിങ്ങക്ക് പല്ലൊക്കെ ഒന്ന് റൂട്ട് കനാല് ഇത് വെപ്പല് വെച്ചേ. തേങ്ങ വെക്കണ് റൂട്ട് കനാല്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് വീഡിയോ എത്രേ ഉള്ളൂ. അത് നടക്കാനായില്ല. എന്റെ അമ്മ അവന് പിടിക്ക്. ഈ കുട്ടിയുടെ വിചാരം അത് ടെഡി ബിയർ ആച്ചിട്ടാ. ഇത് പോരെ. അപ്പൊ എന്തായാലും ഗൈസ് ബൈ.